നമ്മുടെ രാജ്യത്ത് FCRA എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് എന്ന് പറയുന്ന ഒരു നിയമം നിലവിലുണ്ടായി. 2010 മറ്റോ ആണ് ആ നിയമം നിലവിൽ വന്നത്. അതൊക്കെ ഏതൊക്കെ വിധത്തിൽ അതിനെ റെഗുലേറ്റ് ചെയ്യാം, ഫോറിൻ കോൺട്രിബ്യൂഷൻ, അതായത് വിദേശ ഫണ്ട് ആർക്കൊക്കെ സ്വീകരിക്കാം, അതിന് ലൈസൻസ് വേണം, ആ ലൈസൻസ് കാലാകാലങ്ങളിൽ പുതുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ ഉണ്ട്. ഇപ്പോൾ ഉള്ള പ്രശ്നമെന്ന് പറഞ്ഞത് ഈ ഇലക്ഷൻ അടുത്തിരിക്കുകയാണ്. BJPക്ക് ഏതാണ്ട് കൈപൊള്ളിയ ഒരു ലക്ഷണമുണ്ട് ഈ ഇലക്ഷനിൽ. കാരണം എന്താണെന്ന് പറയുക, ഈ ഇലക്ഷൻ്റെ സമയത്ത് കൊണ്ടുവന്ന ഒരു ഭേദഗതിയാണ് പ്രശ്നം. FCRA നിയമം ഭേദഗതി ചെയ്യുന്നു. ഭേദഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ, അതായത് ഈ FCRA ലൈസൻസ് പുതുക്കിയില്ല എന്നിരിക്കട്ടെ, അത് പുതുക്കിയില്ല, അല്ലെന്നുണ്ടെങ്കിൽ അത് പുതുക്കാൻ കൊടുത്ത ആപ്ലിക്കേഷൻ നിരസിക്കപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഇവർക്ക് FCRA ലൈസൻസ് ഇല്ലാത്തതായി പരിഗണിക്കപ്പെടും. എന്നിട്ട് മാത്രമോ ഇതിനകത്ത് കൊണ്ടുവന്നേക്കുന്ന വിചിത്രമായ വ്യവസ്ഥകളാണ്. അങ്ങനെ പരിഗണിക്കപ്പെടും. അവർക്ക് FCRA ലൈസൻസ് ഇല്ലായിരുന്നു എന്നാണ് പിന്നത്തെ കാഴ്ചപ്പാട്. അതായത് FCRA ലൈസൻസ് പുതുക്കിയില്ല, അല്ലെന്നുണ്ടെങ്കിൽ പുതുക്കാൻ കൊടുത്ത ആപ്ലിക്കേഷൻ നിരസിക്കപ്പെട്ടു പോയി എന്നുണ്ടെങ്കിൽ അവർക്ക് FCRA ലൈസൻസിന് അർഹതയില്ലാത്തവരായിരുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് വരേണ്ടത്. അങ്ങനെ വന്നിട്ട് അതിനൊരു പ്രത്യേകം ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അത് കുറച്ച് ടെമ്പററി ആയിട്ട്, താൽക്കാലികമായിട്ടോ സ്ഥിരമായിട്ടോ ഈ ഫോറിൻ കോൺട്രിബ്യൂഷൻ മുഖേന സമ്പാദിച്ചേക്കുന്ന സ്വത്തുക്കളൊക്കെ പിടിച്ചെടുക്കാൻ അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ വലിയൊരു പ്രശ്നമാണ്, പിടിച്ചെടുക്കാം. അത് മാത്രമല്ല, അത് അന്വേഷണത്തിന് ശേഷം അത് ഇന്ത്യയുടെ സഞ്ചിത നിധിയിലേക്ക് പോകും. എന്ന് വെച്ചാൽ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ, അതിലേക്ക് പോകും എന്നുള്ളതൊക്കെയാണ്. അല്ല, എനിക്കൊക്കെ അത് നല്ലതാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പെൻഷനൊക്കെ വരുന്നതൊക്കെ അതിൽ നിന്ന്, കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ്. അപ്പോൾ അങ്ങനെ വരും. അതുകൊണ്ട് ആ ഫണ്ട് അവിടെ വേണം. ഏതായാലും ഇങ്ങനെയുള്ളത് പിടിച്ചെടുക്കും. ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഇപ്പോൾ ഈ കൊണ്ടുവന്ന തീരുമാനം, ഈ ക്രിസ്ത്യൻ സഹോദരങ്ങൾ ഇവരുമായിട്ട് വളരെ യോജിപ്പിലാണല്ലോ. ഇവർക്ക് വേണ്ടി അത് കൊടുക്കണം, ഇത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാണല്ലോ നടന്നത്. നോർത്ത് ഇന്ത്യയിൽ മുഴുവൻ പലയിടത്തും ഇട്ട് അടിക്കുകയാണ്. പള്ളികൾ ഒരുപാടെണ്ണം പൊളിച്ചിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത്, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ നമ്മുടെ സിസ്റ്റേഴ്സിനെ, കന്യാസ്ത്രീകളെ പല ഭാഗത്തും ശല്യം ചെയ്യുന്നുണ്ട്. അവരെ അച്ഛന്മാരെ ഓടിച്ചിട്ടടിക്കുന്നുണ്ട്. ഇതൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്നാലും ഇത് BJPയുമായിട്ട് ഇവർക്ക് ഒരു വലിയ ബാന്ധവം ഉണ്ടെന്നുള്ള ഒരു കാഴ്ചപ്പാടാണ്. ഇപ്പോൾ അനുഭവിക്കുമ്പോൾ എന്താ പറയുക, കെട്ടിപ്പിടിച്ചോ, ഒരു കുഴപ്പമില്ല. ഈ പള്ളിയിലൊക്കെ കേക്ക് കൊണ്ടൊക്കെ ഇവരെ ഇറങ്ങുമല്ലോ. പള്ളികളൊക്കെ കാണാൻ ഇന്നലെയും ഇവിടെ നേതാക്കളൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ടല്ലോ. 2-3 നേതാക്കൾ പല പള്ളികളങ്ങ് സന്ദർശിക്കുകയാണ്. ജോർജ് കുര്യൻ എന്നും പറഞ്ഞൊരു മന്ത്രിയുണ്ട്. മന്ത്രി ഇവിടെ ആരും തിരഞ്ഞെടുത്ത് വിട്ടതല്ല, രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത് അവരെടുത്തതിന് ശേഷം മന്ത്രിയാക്കി. നല്ല കാര്യം, ഒരു മലയാളി മന്ത്രിയായല്ലോ, അത് നല്ലതാണ്. അയാൾ പറഞ്ഞേക്കുന്നുണ്ടല്ലോ, ഇതൊരു മതത്തിനെയും പ്രത്യേകിച്ചും ഉള്ള ആരെയും ബാധിക്കത്തില്ലെന്ന്. അയാളിപ്പോൾ വന്നൊന്ന് ക്രിസ്ത്യാനിയൊന്നും അല്ല, ആ രീതിയിലായിട്ട് മാറി. അത് ഇവർക്ക് മനസ്സിലായിട്ടില്ല. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ആരെയാണെന്നറിയോ? ഈ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് FCRAയുടെ ഈ ഭേദഗതി ഏറ്റവും കൂടുതൽ അഡ്വേഴ്സായിട്ട് ബാധിക്കുന്നത് ക്രിസ്ത്യൻ മിഷണറീസിനെയാണ്, ക്രിസ്ത്യൻ സഹോദരങ്ങളെയാണ്. കാരണം ഏറ്റവും കൂടുതൽ ഫോറിൻ കോൺട്രിബ്യൂഷൻ മൂലം കോളേജുകൾ, സ്കൂളുകൾ, ആശുപത്രികൾ, ഇതൊക്കെ ജനങ്ങൾക്ക് ആവശ്യമുള്ളതാണ്. ഈ സംവിധാനം ഇവർ കെട്ടിപ്പടുത്തതാണ്. ഈ മുതലെല്ലാം പിടിച്ചെടുക്കാനും ആ പിടിച്ചെടുക്കപ്പെടുന്നത് ഇന്ത്യയുടെ സഞ്ചിത നിധിയിലേക്ക് കൂട്ടിച്ചേർക്കാനും ഉള്ള ഇടപാട് വന്നാൽ ആർക്ക് നഷ്ടം വരും? അത് ഇവിടുത്തെ പുരോഹിത വൃന്ദം ചിന്തിക്കേണ്ട കാര്യമല്ലേ? നിങ്ങളിവർക്ക് ഓശാന പഠിക്കോളൂ, പക്ഷേ ഓശാന പാടുമ്പോൾ ആലോചിക്കണം. ഇങ്ങനെയുള്ള നിയമങ്ങളാണ് ഇവർ കൊണ്ടുവരുന്നത്. ഇവർ 2 വർഗങ്ങളെ കേന്ദ്രീകരിച്ചാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊണ്ടുവരുന്നത്. അതറിയാൻ മുസ്ലിങ്ങൾ ഏതാണ്ട് ആൻറ്റി നാഷണൽസ് ആണെന്നുള്ള രീതിയിൽ ഉള്ള വർത്തമാനം വരെ പറഞ്ഞു തുടങ്ങി. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഈ ഇലക്ഷൻ മീറ്റിങ്ങുകളും ഇതിനുമൊക്കെ അങ്ങോട്ട് ചെന്നിട്ട്, സമ്മേളനത്തിനൊക്കെ ചെന്നിട്ട് വർഗീയതയല്ലേ യഥാർത്ഥത്തിൽ വിളിച്ചു പറയുന്നത്.
ചെയ്യാൻ പാടുണ്ടോ? ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ എല്ലാവരെയും പ്രധാനമന്ത്രിയാണ്, അതിവിടുത്തെ മുസ്ലിങ്ങളെയും പ്രധാനമന്ത്രിയാണ്. ഇതിൽ ഏറ്റവും ഞാൻ ഇത് പറയാൻ കാരണം, അമിത്ഷാ ഈ അടുത്ത സമയത്ത് നേരെ പശ്ചിമ ബംഗാളിൽ ചെന്നിട്ട് ഒരു ഇലക്ഷൻ മീറ്റിംഗ് പ്രസംഗിക്കുകയാണ്. മമതാ ബാനർജിക്കെതിരെ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ ആളുകൾ കേൾക്കുമ്പോൾ ധരിക്കുന്നത്. അതല്ല യഥാർത്ഥത്തിൽ ഇവിടുത്തെ മുസ്ലിങ്ങൾക്കെതിരെയാണ്, ഇന്ത്യൻ മുസ്ലിങ്ങൾക്കെതിരെ പറഞ്ഞത്. വർത്തമാനം പറഞ്ഞത് മമതാ ബാനർജി ഓപ്പറേഷൻ സിന്ദൂരിനെ എതിർക്കുന്നു. അതിൻ്റെ കാരണം കൂടെ പറയുകയാണ്. ഇൻ ഓർഡർ ടു അപ്പീസ് ഇന്ത്യൻ മുസ്ലിംസ്, ഇന്ത്യയിലെ മുസ്ലിങ്ങളെ പ്രീതിപ്പെടുത്താൻ, അവരെ പ്രീണിപ്പിക്കാൻ വേണ്ടി മമതാ ബാനർജി ഓപ്പറേഷൻ സിന്ദൂരിനെ എതിർക്കുന്നു എന്നാണ് ഇയാൾ പറഞ്ഞത്. അതിൻ്റെ അർത്ഥം എന്തുവാ മനസ്സിലാകുന്നത്? മമതാ ബാനർജിയാണോ ഇത് പറഞ്ഞേക്കുന്നത്? അല്ല, ഇത് പറഞ്ഞേക്കുന്ന ഇന്ത്യൻ മുസ്ലിങ്ങളാണ്. ആ ഇന്ത്യൻ മുസ്ലിങ്ങളെയാണ് പറഞ്ഞേക്കുന്നത്. ഇന്ത്യൻ മുസ്ലിങ്ങൾ ആൻറ്റി നാഷണൽസ് ആണ്, അവർ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നവരാണെന്ന്. ഞാൻ ആയാമാൻ ഇന്ത്യൻ മുസ്ലിം, ഞാനൊരു ഇന്ത്യൻ മുസ്ലിമാണ്. ഈ ഓപ്പറേഷൻ സിന്ദൂറിനെയും അതിനുവേണ്ടി അങ്ങേയറ്റം ഞാൻ അതിനെ പുകഴ്ത്തി പറഞ്ഞിട്ടേ ഉള്ളൂ. അതേ കാഴ്ചപ്പാടോടുകൂടിയാണ് ഞാൻ കാണുന്നത് ഇപ്പോഴും, ഇനിയും അങ്ങനെ കാണുള്ളൂ. കാരണം എനിക്ക് എൻ്റെ രാജ്യത്തോട് സ്നേഹമുണ്ട്. അങ്ങനെ ബാക്കി കാടടച്ച് ഇതുപോലെ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയാണ് ഈ വർത്തമാനം പറയുന്നതെന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. അയാളുടെ പദവിക്ക് ചേർന്ന ഒരു കാര്യമാണോ ഈ വിളിച്ചു പറഞ്ഞത്? ഇത് മമതാ ബാനർജിക്ക് പറയുന്നതെന്ന വ്യാജേന ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ആക്ഷേപിച്ചേക്കാണ്. അപ്പാടെ ആൻറ്റി നാഷണൽസ് ആണെന്നുള്ള രീതിയിലാണ്, ഓപ്പറേഷൻ സിന്ദൂരിനെ എതിർക്കുന്നവരാണെന്ന് ഇന്ത്യൻ മുസ്ലിംസ്. ഈ വാചകം പറയാൻ കൊള്ളാവുന്ന ഒരു കാര്യമാണോ? ഇത് നാക്കിന് എല്ലില്ല എന്ന് കണ്ടുകൊണ്ട് എന്തും വിളിച്ചു പറയാമോ? അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം, തിരിച്ചറിയണം. ഇന്നിത് മുസ്ലിമിനെതിരെയാണെങ്കിൽ നാളെ ഇത് ക്രിസ്ത്യാനിക്കെതിരെയാണെന്നൊന്ന് കാണണം. അതാ കാണേണ്ടത്. അതാണ് അതിൻ്റെ ഏറ്റവും അതിന് നന്ദി കുറിച്ച ഒരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ FCRA എന്ന് പറയുന്ന ഈ നിയമത്തിൻ്റെ ഭേദഗതി ഈ കൊണ്ടുവന്നേക്കുന്നത്. അതിനെക്കുറിച്ച് എന്ത് മറുപടി പറയാൻ പറ്റും ഇവർക്ക്? ഒന്നും പറയാൻ ഒക്കത്തില്ല. ഇത് ആരെ കണ്ടുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ക്രിസ്ത്യൻ സഹോദരങ്ങളെയാണ്, അല്ലാതെ വേറെ ആരുമല്ല. അവർക്ക് കിട്ടുന്ന വരുമാനമൊന്നും ഫോറിൻ കോൺട്രിബ്യൂഷനൊന്നും വേറെ ആർക്കും കിട്ടത്തില്ല അത്രത്തോളം. മുമ്പൊക്കെ മുസ്ലിംസിനൊക്കെ കുറച്ച് കിട്ടുമായിരുന്നു, ഇപ്പം അതൊന്നുമില്ല, ആ രീതിയായി. ഇനി അതൊന്നും ഒട്ടും കിട്ടാനും പോകുന്നില്ല. പക്ഷേ ഈ ക്രിസ്ത്യൻ സംഘടനകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഫോറിൻ കോൺട്രിബ്യൂഷൻ കിട്ടുമായിരുന്നു. ആ കിട്ടിക്കൊണ്ടിരുന്നത് മൂലം നമ്മുടെ നാട്ടിൽ തന്നെ വലിയ നന്മയുണ്ടായിട്ടുണ്ട്, ഇല്ലെന്നൊന്നും പറയാനൊക്കത്തില്ല. അവർ കുറച്ചൊക്കെ എടുത്ത് അത് കഴിക്കുകയും ആഹാരം കഴിക്കുകയും തിന്നുകയൊക്കെ ചെയ്യും, അത് വേറെ കാര്യം. പക്ഷേ ഇവിടെ അതുമൂലം നമ്മുടെ സമൂഹത്തിന് വലിയ നേട്ടം ഉണ്ടായിട്ടുണ്ട്. ധാരാളം ആശുപത്രികൾ ഉണ്ടായിട്ടുണ്ട്, ധാരാളം സ്കൂളുകൾ ഉണ്ടായിട്ടുണ്ട്, ധാരാളം കോളേജുകൾ ഉണ്ടായിട്ടുണ്ട്, അതുപോലുള്ള സ്ഥാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കെട്ടിടങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ രീതിയിൽ നശിപ്പിക്കപ്പെടാൻ ഉള്ള ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. ഇങ്ങനെ ഇത് ഈ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ ശബ്ദിക്കേണ്ടതല്ലേ? ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ അപകടമാണ്.